ലോകം അസാധാരണ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങൾ ഇത് 4ാം ദിവസമാണ്. പരോക്ഷമായോ നേരിട്ടോ ഈ യുദ്ധ സാഹചര്യങ്ങൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും നേരിട്ട് ബാധിക്കുന്നുണ്ട്. അതായത് യുദ്ധം നേരിട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കപ്പുറം എല്ലാവരെയും ബാധിക്കുന്ന തരത്തിലേക്ക് ലോക സാഹചര്യങ്ങൾ മാറുന്നു എന്നതാണ് അവസ്ഥ. പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ ആദ്യം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നതാണ് അവസ്ഥ. ഇറാനെതിരായ ആക്രമണവും ഇറാൻ്റെ തിരിച്ചടിയും ലോകരാജ്യങ്ങളെ എല്ലാവരെയും പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്ക് തന്നെ മാറുന്നു. പ്രത്യേകിച്ചും അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ഇറാൻ നടത്തുന്ന കടന്നാക്രമണം പ്രത്യേകിച്ച് ലക്ഷ്യമിടുന്നത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയാണെങ്കിൽ പക്ഷേ സാഹചര്യം മറ്റൊന്നുകൂടി മാറുകയാണ്. അങ്ങനെ എല്ലാവരെയും നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ലോക സാഹചര്യങ്ങൾ മാറുന്നു. എന്താണ് യുദ്ധമുണ്ടാക്കുന്ന പ്രതിസന്ധി? ഈ യുദ്ധത്തിന് എപ്പോൾ എങ്ങനെ പരിഹാരമുണ്ടാക്കും? സമാധാന ശ്രമങ്ങൾ സാധ്യമാണോ എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. ഇതിനിടയിൽ പുറത്തു വരുന്ന ചില കണക്കുകൾ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. ആയിരക്കണക്കിന് പേരുടെ മരണം സാക്ഷ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് തന്നെ ഈ ദുരന്ത ചിത്രം മാറുകയാണ്. അത് ഇരുപക്ഷത്തുമുണ്ട്. എന്താണ്, എങ്ങനെയാണ് സമാധാനമുണ്ടാകുക? നമുക്ക് വിശദമായി പരിശോധിക്കാം. ന്യൂസ് ടൈംസ് ആരംഭിക്കുന്നു. സ്വാഗതം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലോക സാഹചര്യങ്ങളെ, ലോകക്രമങ്ങളെ തന്നെ ആകെ തന്നെ മാറ്റിമറിക്കുന്ന അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറുകയാണ്. യുദ്ധപ്രതിസന്ധികൾ പലതരത്തിലാണ്. അതിൽ സാമ്പത്തിക പ്രതിസന്ധി മറ്റൊരവസ്ഥയിൽ രൂക്ഷമായി കൊണ്ടുവരികയാണ്. അവശ്യ വസ്തുക്കളുടെ വിലവർദ്ധനവ് അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ്, ഗ്യാസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ വിലവർദ്ധനവ്, ഈ തരത്തിലേക്ക് ഇത് മാറുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ നേരിട്ടല്ലെങ്കിൽ കൂടിയും പരോക്ഷമായി ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് കൂടി മാറുകയാണ്. മലയാളികളടക്കം കുടുങ്ങിക്കിടക്കുന്ന വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നിലവിലുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഇറാൻ്റെ തിരിച്ചടി പല തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെയും ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ചും അമേരിക്കൻ എംബസികൾ ലക്ഷ്യമിട്ടുകൊണ്ട്, വിദേശ രാജ്യങ്ങളിലെ അമേരിക്കൻ എംബസികൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇറാൻ്റെ നീക്കമുണ്ട്. അതേസമയം ഇറാന് അതേ നാണയത്തിൽ തന്നെ മറുപടി പറയുന്ന നീക്കവുമായി രംഗത്ത് വരികയാണ് അമേരിക്കയും ഇസ്രയേലും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതേസമയം പശ്ചിമേഷ്യയിലെ മറ്റൊരു മേഖലയിൽ സംഘർഷ സാധ്യത മറ്റൊരു തരത്തിൽ നിലനിൽക്കുന്നു. ലെബനൻ ലക്ഷ്യമാക്കിക്കൊണ്ട്, ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഇസ്രയേലിൻ്റെ അതിശക്തമായ സൈനിക നീക്കങ്ങളും നടക്കുന്നുവെന്നാണ് അവസ്ഥ. എന്തായാലും എല്ലാ ലോകരാജ്യങ്ങളും അതീവ ജാഗ്രതയിലാണ്. ഈ സാഹചര്യങ്ങളെ നേരിടുകയാണ്. കേരളത്തിലടക്കം വിമാനങ്ങളടക്കം നിരവധി എണ്ണം ഇതിനകം തന്നെ റദ്ദ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഒരു കാര്യം വ്യക്തമാക്കിയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി. രാജ്യം നേരിടുന്ന ഈ പ്രതിസന്ധിക്ക് ഞങ്ങൾ പരിഹാരമുണ്ടാക്കുമെന്ന് അവർ പറയുന്നു. ഇപ്പോൾ തങ്ങളുടെ നീക്കം അത് ഇറാനിൽ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടിയാണ്. നിലവിലുള്ള സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു ഭരണക്രമം അവിടെ രൂപീകരിക്കുന്നതുവരെ തങ്ങളുടെ ഈ നീക്കം ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. I hear the people are saying we're going to have an endless war here. You're not going to have an endless war. Now, of course, it's up to the people of Iran in the final count to change the government. But we are creating, America and Israel together are creating the conditions for them to do so. And I think peace between Israel and Saudi Arabia would be really possible and probably very close once this thing happens. So this is a gateway for peace, for a broader peace. And I believe that we can achieve it. I said it could be quick and decisive. It may take some time, but it's not going to take years. It's not an endless war. In fact, it's an effort right now to achieve the peace that we all yearn and pray for. And I think together we'll achieve it. ഇസ്രയേലിലെ തകർക്കപ്പെട്ട ഇടങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനമുണ്ടായി. ഇന്നലെ വൈകിട്ട് പുറത്തു വന്ന വാർത്ത നമുക്കെല്ലാവർക്കും അറിയാം. ഇറാൻ്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രയേലിന് വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കൊട്ടാരത്തിന് നേരെ പോലും, പ്രസിഡൻഷ്യൽ ഓഫീസിന് നേരെ പോലും അക്രമമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിൽപ്പെട്ടു. അത് സംബന്ധിച്ച് അവ്യക്തതകളുണ്ടായിരുന്നു. ഇതായിരുന്നു ഇറാൻ്റെ അവകാശവാദം. പക്ഷേ ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പുറത്തു വരികയാണ്. ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ പോലും ഇന്നലെ ചില പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തള്ളിക്കൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു വലിയ സുരക്ഷാ സംവിധാനങ്ങളുടെ ഇടയിൽ തന്നെ അദ്ദേഹം ഈ ദുരന്തമുണ്ടായ ഇറാൻ്റെ മിസൈൽ പതിച്ച ഇടങ്ങളിൽ സന്ദർശനം നടത്തി അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇറാൻ്റെ പ്രത്യാക്രമണ സാധ്യതകൾ, ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങൾ ഇങ്ങനെയാണ്. നിലവിൽ
സൗദി അറേബ്യയിലെ അമേരിക്കൻ എംബസിയിൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ഇത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെടുന്നു. നമ്മൾ ഇന്നലെ കണ്ടതാണ് അമേരിക്കയുടെ F-15 യുദ്ധവിമാനം വെടിവെച്ചിടുന്ന നീക്കം. അത് കുവൈറ്റിൽ സിറ്റിയിലേക്ക് തകർന്നു വീഴുന്നത്. കുവൈറ്റിലെ തന്നെ അമേരിക്കൻ എംബസിക്ക് നേരെ ഇന്നലെയും ആക്രമണമുണ്ടായി. സൗദിയിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കയിലെ വിദേശങ്ങളിലെ അമേരിക്കക്കാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജിദ്ദ, റിയാദ്, ദഹ്റാൻ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിലേക്ക് മാറാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മേഖലയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരിമിതപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ എംബസിയിൽ അഭയം തേടരുതെന്നും എംബസി ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകുന്നു. അതിൻ്റെ ലക്ഷ്യം ഇതാണ്: അമേരിക്കൻ എംബസികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ്റെ സൈനിക നീക്കങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നതാണ്. തൽക്കാലം ഈ ലോക യുദ്ധക്രമത്തിൽ ഇറാൻ തനിച്ചാണ് എന്നതാണ് സാഹചര്യം. ആരും നേരിട്ട് വന്നങ്ങ് യുദ്ധത്തിൽ പങ്കുചേരുന്നില്ല. ഇതാണ് ഇപ്പോഴുണ്ടാകുന്ന അവസ്ഥ. അതേസമയം ഇറാനെതിരെ മറുവശത്ത് അതിശക്തമായൊരു ചേരി രൂപപ്പെടുന്നതിൻ്റെ സാധ്യതകളും കാണുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം? 4ാം ദിവസത്തെ യുദ്ധ സാഹചര്യം എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. പാർവതി സത്യദേവൻ ചേരുന്നു. പാർവതി, 4ാം ദിവസം പശ്ചിമേഷ്യയിലെ സംഘർഷം മുന്നോട്ട് പോവുകയാണ്. അസാധാരണമായ സാഹചര്യമാണ്. അതായത് പശ്ചിമേഷ്യൻ സംഘർഷം ഇങ്ങനെ ഈ തരത്തിലേക്ക് മാറുമെന്ന് ആരും പെട്ടെന്ന് പ്രതീക്ഷിച്ചതല്ല. നേരിട്ടോ അല്ലാതെയോ യുദ്ധക്കെടുതികളാണ് എല്ലാ ലോകരാജ്യങ്ങളും അനുഭവിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇറാൻ്റെ പ്രത്യാക്രമണവും ഒപ്പം അമേരിക്കയും ഇസ്രയേലും നൽകുന്ന മറുപടിയും അതെങ്ങനെയാണിപ്പോൾ? സജിത്, പശ്ചിമേഷ്യയിൽ സംഘർഷം 4ാം ദിവസമാകുമ്പോൾ ആശങ്കയും കൂടുകയാണ്. ഇറാനിൽ ഇതുവരെ 700 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 176 പേർ കുട്ടികളാണ്. 900 പേർക്ക് പരിക്കുപറ്റിയെന്നാണ് അമേരിക്കയിലെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ കണക്ക് പ്രകാരം പറയുന്നത്. തിങ്കളാഴ്ച മാത്രം 96 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ലെബനനിൽ ശക്തമായ ബോംബാക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇസ്രായേൽ ലെബനനിൽ ആക്രമണം കടുപ്പിക്കുന്നുവെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഹെസബല്ലയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടക്കുന്നത്. ലെബനനിലെ 59 ഇടങ്ങളിൽ നിന്നും മാറാൻ ഇസ്രായേൽ അടിയന്തര മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾ തുറസായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ബെയ്റൂട്ടിലെ ഹെസ്ബുള്ള കമാൻഡ് സെന്ററുകൾക്കും ആയുധ ഡിപ്പോകൾക്കും നേരെ ആക്രമണം തുടങ്ങിയതായും IDF അറിയിച്ചു. ഇസ്രായേൽ ലെബനനിൽ ആക്രമണം ശക്തമാക്കുന്നുണ്ട്. ഒപ്പം തെക്കൻ ലെബനനിൽ ടയർ നഗരത്തിൽ കൂറ്റൻ കെട്ടിടം തകർന്നു വീണു. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. ഇറാനിലെയും ലെബനനിലെയും മരണസംഖ്യയും ഇതിനോടൊപ്പം ഉയരുന്നുണ്ട്. ഇറാനിയൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിന് നേരെ ആക്രമണമുണ്ടായി. പുലർച്ചെ ലെബനനിൽ നിന്ന് 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്നും ഇസ്രായേൽ പറയുന്നു. ഇതിൽ ഏറ്റവും പുതിയ വിവരമായിട്ടുള്ളത് ഇസ്രായേലിന്റെ എയർബേസ് ആക്രമിച്ചെന്ന് ഹെസബുള്ള വ്യക്തമാക്കി. വടക്കൻ ഇസ്രായേലിലെ റമാത്ത് ഡേവിഡ് എയർബേസ് ആക്രമിച്ചെന്നാണ് അവകാശവാദം. ഡ്രോണുകളുടെ ഒരു കൂട്ടം വിന്യസിച്ചുകൊണ്ട് ബേസിലെ റഡാർ സൈറ്റുകളെയും കൺട്രോൾ റൂമുകളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നുള്ളത്. ഒപ്പം തന്നെ ഇസ്രായേലിന്റെ എയർബേസ് ആക്രമിച്ചുവെന്നതാണ് വിവരം. മറ്റൊരു കാര്യം, ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിട്ടുണ്ട്. കപ്പലുകൾ കടക്കാൻ ശ്രമിച്ചാൽ കത്തിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ജലപാത നിശ്ചലമായിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹത്തെ ഇത് ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്നു. ആശങ്കകൾക്ക് നിരവധി കാരണങ്ങളുമുണ്ട്. ഒന്ന്, എണ്ണവില കുതിച്ചുയരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.